ഇൻഡിഗോ വിമാന കമ്പനി തങ്ങളുടെ സർവീസുകൾ ക്യാൻസൽ ചെയ്തത് വഴി 6 ലക്ഷത്തോളം യാത്രക്കാരാണ് ഇതിനകം ബുദ്ധിമുട്ടിയിരിക്കുന്നത്. അതുപോലെ ഗോവയിലെ വാഗത്തോറിൽ ഒരു നിശാ ക്ലബിന് തീപിടിച്ച് 25 പേർ മരിച്ചു. ഇത് രണ്ടിനും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇൻഡിഗോയെ കുറ്റം പറയുന്നു. അതേപോലെ ഗോവ സർക്കാർ നിശാ ക്ലബ്ബ് ഇടിച്ചു തകർത്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നത് സർക്കാരിൻ്റെ നോട്ടക്കുറവ് അല്ലെങ്കിൽ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം രണ്ട് സംഭവങ്ങളിലും റെഗുലേറ്ററി അതോറിറ്റി, അതായത് ഇൻഡിഗോയുടെ കാര്യത്തിലാണെങ്കിൽ DGCA കൃത്യമായി പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ 6 ലക്ഷം പേർ ബുദ്ധിമുട്ടിയത്. ഈ ബുദ്ധിമുട്ടിയതിൽ തന്നെ ഓരോ മനുഷ്യരുടെയും കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഉദാഹരണത്തിന് ഗുരുതരമായ അവസ്ഥയിൽ കിടന്നവരെ കാണാൻ പോയവരുണ്ട്, വിവാഹത്തിന് പോകാൻ നിശ്ചയിച്ചവരുണ്ട്, അങ്ങനെ പലതും. അതുപോലെ ഗോവയിലെ നിശാ ക്ലബിന് ഒരനുമതിയും ഇല്ലാതെയാണ് അവിടെ അത് പ്രവർത്തിച്ചിരുന്നത്. സമാനമായ ഒട്ടനവധി സംഗതികളാണ് കേരളത്തിലും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ 2 ദിവസത്തേക്ക് നാം ശ്രദ്ധിക്കുന്നു, പിന്നീട് അത് മറക്കുന്നു.